നമ്മുടെ പാചകത്തിൽ നിത്യം ഉപയോഗിക്കുന്ന ജീരകം സ്വാദിനോ മണത്തിനോ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ജീരകത്തിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയറും തടിയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും ഗുണം തരുന്ന ഒരു കാര്യമാണ് ജീരകം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലം ലഭിച്ചതായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചു. അമിതഭാരവും പൊണ്ണത്തടിയും ഉള്ളവർ 3 മാസത്തേക്ക് ദിവസവും 3 ഗ്രാം ജീരകപ്പൊടി തൈരിൽ ചേർത്ത് കഴിച്ചാൽ അരക്കെട്ടിലേതടക്കം ശരീരത്തിലെ കൊഴുപ്പിലും ശരീരഭാരത്തിലും ഗണ്യമായ കുറവുണ്ടാകുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാത്രിയിൽ ജീരകം വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ വെള്ളത്തിന്റെ നിറം മഞ്ഞയാകുന്നത് വരെ തിളപ്പിച്ച് കുടിക്കുന്നത് വയറ് കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കും. അതുമാത്രമല്ല, അമിതഭാരവും പൊണ്ണത്തടിയുമുള്ള സ്ത്രീകൾ പ്രതിദിനം 3 ഗ്രാം ജീരകപ്പൊടി കഴിക്കുന്നത് മൊത്തം കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോൾ, ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവ കുറയുന്നതിനായിട്ടും സഹായിക്കും. ജീരകപ്പൊടി കഴിക്കുന്നവരിൽ ഉയർന്ന സാന്ദ്രതയിലുള്ള ലിപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ ഉണ്ടാകുന്നുമുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള മുതിർന്നവരിൽ നടത്തിയ പഠനത്തിൽ ജീരക എണ്ണയുടെ ഉപയോഗം ബ്ലഡ് പ്രഷർ കുറച്ചതായി കണ്ടെത്തി. എന്നാൽ കരിഞ്ജീരകം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ സമ്മിശ്ര ഫലമാണ് ലഭിച്ചത്. ജീരക എണ്ണ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഭേദമാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 ആഴ്ചത്തെ ഉപയോഗം വയറുവേദനയടക്കം രോഗത്തിന്റെ പല ലക്ഷണങ്ങളിലും പുരോഗതി കണ്ടെത്തിയതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. മലബന്ധം മാറുകയും വയറിളക്കം ഉണ്ടായിരുന്നവർക്ക് മലവിസർജനം കുറയുകയും ചെയ്തു. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് ജീരകവെള്ളം സഹായകമാകും. മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ ജീരകത്തിന്റെ ഉപയോഗം ശരീരത്തെ സഹായിക്കും. ജീരകം ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച് നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ ചെറുക്കാനായിട്ടും സഹായിക്കും. ലോകമെമ്പാടും പല വിഭവങ്ങളിലും ജീരകം ഒരു സാധാരണ ഘടകമാണ്. ഇത് സ്വാദടക്കം വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിൽ ജീരകം ഉൾപ്പെടുത്തുന്നത് മിക്കവർക്കും സുരക്ഷിതമായിരിക്കും. ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടം കൂടിയായ ജീരകം ആന്റി ബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക്, വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഉള്ളവയാണ്. അതിനാലാണ് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കുന്നത്. ദഹന എൻസൈമുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിലൂടെ ജീരകം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദഹനക്കേട് ചികിത്സിക്കുന്നതിനും വയറിൻ്റെ വീർപ്പ് കുറയ്ക്കുന്നതിനും മലബന്ധം പോലുള്ള വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ചികിത്സിക്കുവാനുമൊക്കെ ജീരകം നമ്മളെ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ജീരകം നമ്മളുടെ കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദ്രോഗ സാധ്യതയും തടയുന്നു. ഇൻസുലിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്നതിലൂടെ ജീരകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. ഇത് പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യും. മാത്രമല്ല, അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അത് നിലനിർത്താനായിട്ടും അത് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ പഴുപ്പ്, വീക്കം എന്നിവ കുറയ്ക്കാനും ഒരു പ്രകൃതിദത്ത വേദന സംഹാരിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ജീരകം കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷിപ്ര പ്രതികരണ ശേഷിയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തും. മാത്രമല്ല, നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കും. ജീരകം ഭക്ഷണത്തിൽ ചേർക്കാൻ മാത്രമല്ല, ജീരകം ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം പതിവായിട്ട് കുടിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. വയറ്റിലെ പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്താൻ ജീരകവെള്ളം ഒരു പരിധിവരെ സഹായിക്കും. വ്യായാമത്തിനൊപ്പം ജീരകവെള്ളം പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗങ്ങളിലും വയറിലുമുള്ള അധിക കൊഴുപ്പ് വരെ എളുപ്പത്തിൽ ഉരുകി പോകാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും. അതിരാവിലെ ജീരകവെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമാണ്. ശരീരത്തിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളെ നേരിടാൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മുടെ ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കാനും നമുക്ക് മലബന്ധവും അനുബന്ധ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുമൊക്കെ ഇതേറെ സഹായിക്കും. ഇനി ജീരകം പാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ മണവും സ്വാദും കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നുകൂടിയാണെന്ന് മനസ്സിലാക്കുക.